കടലിൽ യമൻ തീരത്തിന് സമീപം UK ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. റോക്കറ്റ് ഉപയോഗിച്ച് ഗ്രനേഡ് ആക്രമണമാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. കപ്പലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യാക്രമണം നടത്തി. ഏറ്റുമുട്ടൽ തുടരുന്നുവെന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഖില രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. അഖില, ആരാണ് യമനിൽ നിന്ന് ഈ ആക്രമണം നടത്തിയത്? ഹൂതികളാണ് എന്നുള്ളതിന് തെളിയിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ? ബെന്നിൽ, ഹൂതികളാണ് എന്നതിൽ തുടർച്ചയായി ഈ മേഖലയിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ തന്നെയാണ് ഒരു തെളിവായി സൂചിപ്പിക്കുന്നത്. AP റിപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനെയാണ്. യമന്റെ തീരത്തെ ചെങ്കടലിൽ കപ്പലിന് നേരെ റോക്കറ്റ് ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. കപ്പൽ വഴിയാണ് ഈ ആക്രമണം നടത്തുന്നത്. കപ്പൽ വഴി എത്തിയ സംഘമാണ്. ആയുധധാരികളായ കുറച്ച് സംഘം എത്തി ആക്രമണം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിന്റെ ഉത്തരവാദിത്തം പക്ഷെ ആരും ഏറ്റെടുത്തിട്ടില്ല. ആയുധധാരികളായ ഒരു സംഘമാണ് ആക്രമണം നടത്തിയത്. UK മാരിടൈം ഏജൻസി അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. കപ്പലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യാക്രമണവും നടത്തിയിട്ടുണ്ടെന്ന കാര്യവും അത് തുടരുന്നുണ്ടെന്ന കാര്യവും AP സ്ഥിരീകരിക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനും ഒക്കെ ശേഷം പശ്ചിമേഷ്യയിൽ കുറച്ചുകൂടെ സംഘർഷം രൂക്ഷമാകുന്നു എന്ന തരത്തിലേക്കാണ് ഇത് പോകുന്നത്. ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. ഹൂതി വിമതരുടെ കൈവശമുള്ള യമനിലെ ഹൊദൈദിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ഇപ്പോഴും ആക്രമണം തുടരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൂതി വിമതർ മേഖലയിലെ വാണിജ്യ സൈനിക കപ്പലുകൾക്ക്, അതായത് ഈ ചെങ്കടൽ പാതയിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തി വരികയാണ്. 2023 നവംബറിനും 25-നും ഇടയിൽ ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് 100-ലധികം വ്യാപാര കപ്പലുകളെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ 2 കപ്പലുകൾ മുങ്ങുന്ന സ്ഥിതിയും 4 നാവികർ മരിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളും റിപ്പോർട്ടുകളിലുണ്ട്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് UK മാരിടൈം ഏജൻസി വ്യക്തമാക്കുകയാണ്. മേഖലയിൽ സഞ്ചരിക്കുന്ന മറ്റ് കപ്പലുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ആക്രമണം എന്തായാലും തുടരുകയാണ് ആ മേഖലയിൽ.